منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأصابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. ആയത്ത് 152 ബാക്കി ഭാഗം. മിൻകും മൻ യുരീദു ദുനിയാ, നിങ്ങളിൽ ഭൗതിക കാര്യങ്ങൾ ലക്ഷ്യമിട്ട ചിലരുണ്ട്. വമിൻകും മൻ യുരീദുൽ ആഖിറ, പാരത്രിക കാര്യങ്ങളിൽ ലക്ഷ്യമിട്ടവരും നിങ്ങളിലുണ്ട്. ثم صرفكم عنهم, ശേഷം അല്ലാഹു നിങ്ങളെ അവരിൽ നിന്നും തിരിച്ചുവിട്ടു. ലിയബ്തലിയകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. വലഖദ് അഫാ അൻകും, അല്ലാഹു നിങ്ങൾക്ക് ഇത് പുറത്തു തന്നിരിക്കുന്നു. വല്ലാഹു ദു ഫദ്ലിൻ അലൽ മുഅ്മിനീൻ, അല്ലാഹു സത്യവിശ്വാസികളുടെ മേൽ വലിയ ഔദാര്യമുള്ളവനാണ്. ഇത് തുസ്ഇദൂൻ, നിങ്ങൾ മലയിലേക്ക് ഓടിക്കയറിയ സന്ദർഭം. വലാ തൽവൂന അലാ അഹദ്, നിങ്ങൾ ആരിലേക്കും തിരിഞ്ഞു നോക്കുന്നില്ല. വറസൂൽ, പുണ്യപ്രവാചകൻ യദ്ഉക്കും, നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫീ ഉഖറാക്കും, നിങ്ങളുടെ പിന്നിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫഅസാബകും ഗമ്മ, അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ദുഃഖം നൽകി. ബിഗം, നിങ്ങൾ ദുഃഖിപ്പിച്ച കാരണത്താൽ. ലികൈ ലാ തഹ്സനൂ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യത്തിന്റെ മേൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനും. വലാ മാ അസ്വാബകും, നിങ്ങൾക്ക് ബാധിച്ച പ്രയാസത്തിന്റെ പേരിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനാണ് പടച്ചവൻ ഇത് വിവരിക്കുന്നത്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നന്നായി അറിയുന്നവനാണ്. ഉഹദ് യുദ്ധത്തിന്റെ കാര്യം വീണ്ടും പറയുന്നു, സമുദായം പഠിക്കാൻ വേണ്ടി, ഉണരാൻ വേണ്ടി. മിൻകും മൻ യുരീദു ദുനിയാ വമിൻകും മൻ യുരീദുൽ ആഖിറ. യുദ്ധത്തിന്റെ ആദ്യ ഘട്ടം പിന്നിട്ടപ്പോൾ, കുറച്ച് സമ്പത്തെല്ലാം കണ്ടപ്പോൾ നിങ്ങൾ രണ്ട് വിഭാഗമായി. ഒരു കൂട്ടം ആളുകൾ ഭൗതിക വസ്തുക്കളെ ആഗ്രഹിച്ചു, വേറൊരു കൂട്ടം ആളുകൾ പരലോകത്തെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ദിവസത്തിൽ പറയപ്പെടുകയുണ്ടായി, മഹാന്മാരായ സഹാബികളെ പറ്റി അല്ലാഹു തആല ഈ പറയുന്നത് അവരും നമ്മളും ഉണരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെയും അതീവ ഗൗരവത്തിൽ പറയുകയാണ്. മഹാന്മാരായ സഹാബികൾ ഒരിക്കലും ഭൗതിക ജീവിതത്തെ ലക്ഷ്യമിടുകയില്ല. നൂറുകണക്കിന് സംഭവങ്ങൾ തെളിവാണ്. ഇവിടെ ആ സഹാബാക്കളിൽ ചിലർ ഞങ്ങൾക്ക് ഗനീമത്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. അതിനെപ്പറ്റിയാണ് അല്ലാഹു ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. മസ്ജിദിന്റെ സമ്പത്തിനെ ആഗ്രഹിക്കുന്നവർ, സ്വന്തം സഹോദരങ്ങളുടെ
സമ്പത്ത് കൈയടക്കുന്നതിന് വേണ്ടി കള്ളക്കേസുകൾ നടത്തുന്നവർ, അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്നവർ, അവർക്കെല്ലാം എത്ര ഗൗരവമായിരിക്കും ഈ വാക്ക്. നിങ്ങളിൽ ഭൗതിക ജീവനത്തെ ലക്ഷ്യം വെച്ചവരും പരലോകത്തെ ലക്ഷ്യം വെച്ചവരുമായ രണ്ടു കൂട്ടം ആളുകളുണ്ടായി. അങ്ങനെ പ്രശ്നം വന്നു. ശേഷം അല്ലാഹു അവരിൽ നിന്ന് നിങ്ങളെ തിരിച്ചുവിട്ടു. നിങ്ങൾ ശത്രുക്കളിലേക്ക് തന്നെ നോക്കിയെങ്കിൽ നിങ്ങൾ അവരെ ജയിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും ഗനീമത്ത് സ്വത്തിലേക്ക് തിരിഞ്ഞു. അതിനിടയിൽ ശത്രുക്കൾ നിങ്ങളിലേക്ക് വരികയുണ്ടായി. നിങ്ങൾ അവരിൽ നിന്നും പിന്തിരിഞ്ഞോടി. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ അള്ളാഹു ചെയ്തത്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഇത് അടിവരയിടേണ്ട വാക്കാണ്. വളരെ ദേഷ്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഞാൻ പുറത്തു വന്നു. ശരി, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളമാണ്. ഒരു വിദ്യാർത്ഥിയോട് കുറ്റങ്ങൾ വളരെ കടുപ്പത്തിൽ പറഞ്ഞു, എന്നിട്ട് ശരി മാപ്പാക്കി പോ, ഇത് കാരുണ്യത്തിന്റെ അടയാളമാണ്. ആ കുറ്റപ്പെടുത്തലൊക്കെയോ ആ കാരുണ്യത്തോടുകൂടി അവസാനിച്ചു കഴിഞ്ഞു. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു. ഖിയാമത്ത് നാൾ വരെയും ഈമാനിൽ ഉറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളോട് പടച്ചവൻ വലിയ ഔദാര്യമുള്ളവനാണ്. അവർക്കും വീഴ്ച വന്നതിന് ശേഷം പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. വീണ്ടും ഉഹദ് യുദ്ധത്തിന് ചിത്രം. നിങ്ങൾ ഒരു കൂട്ടം ആളുകൾ ഉഹദ് മലയിലേക്ക് ഓടിക്കയറിയ സന്ദർഭം. നിങ്ങൾ ആരിലേക്കും തിരിഞ്ഞു നോക്കുന്നില്ല. വലിയ പ്രയാസം വന്നു. ഖാലിദ് ബിൻ വലീദും കൂട്ടരും പൊടുന്നനെ ആക്രമിച്ചു. ഒരു കൂട്ടം ആളുകൾ മദീനയിലേക്ക് ഓടി, വേറൊരു കൂട്ടം ആളുകൾ ഉഹദ് മലയിലേക്ക് ചാടിക്കയറി. ആദരവായ റസൂൽ നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നു. പക്ഷെ നിങ്ങൾ വിളി കേൾക്കുന്നില്ല. ബഹളത്തിനിടയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ എന്തറിയാനാണ്? വണ്ടി അപകടമുണ്ടായി. ഈ സമയത്ത് ആരെങ്കിലും ഉപദേശം കേട്ടോണ്ടിരിക്കുമോ? ആദരവായ റസൂൽ വിളിക്കുന്നു, സഹോദരങ്ങളെ വരിൻ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത നിലയിൽ നിങ്ങൾ കുറെ ആളുകൾ അങ്ങോട്ട്, കുറെ ആളുകൾ ഇങ്ങോട്ട് ഓടി. എന്നാൽ പ്രധാനപ്പെട്ട സഹാബികൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു നിന്നു. അള്ളാഹു നിങ്ങൾക്ക് ദുഃഖം നൽകി. ബിഗമ്മിൻ, നിങ്ങൾ പ്രവാചകനെ ദുഃഖിപ്പിച്ച കാരണത്താൽ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളെ ദ്രോഹിക്കുമോ തിരിച്ചടി ഉറപ്പ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഗുരുനാഥന്മാരെ, മഹാന്മാരെ, പ്രത്യേകിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിപ്പിക്കുമോ തിരിച്ചടി ഉറപ്പ്. ഫഅസാബക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകി. ബിഗമ്മിൻ, ദുഃഖം നൽകി. ബിഗമ്മിൻ, നിങ്ങൾ പ്രവാചകൻ ദുഃഖിപ്പിച്ച കാരണത്താൽ. വേറെ മഹാന്മാർ ഇതിന് അർത്ഥം വെക്കുന്നു. നിങ്ങൾ ഒന്നാമതായി നിങ്ങൾക്ക് സങ്കടം, വലിയ അടിയും ഇടിയും എല്ലാം നിങ്ങൾക്ക് കിട്ടി. രണ്ടാമതായി അതിനോടൊപ്പം പ്രവാചകൻ മരിച്ചു എന്ന, കൊല്ലപ്പെട്ടു എന്ന ദുഃഖവാർത്ത കേൾക്കേണ്ടി വരികയും ചെയ്തു. ദുഃഖത്തിന്റെ മേൽ ദുഃഖമായി. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ കരുണയോടുകൂടി തിരിയുകയാണ്. പറയേണ്ട കാര്യം വ്യക്തമായിട്ട് പറയും. അതിനുശേഷം വീണ്ടും കരുണയോടുകൂടി لكي لا تحزنوا على ما فاتكم ولا ما أصابكم. പുറത്തു തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ കുറ്റങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ലാഭങ്ങളിൽ, അതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചു പോയ നഷ്ടങ്ങളിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഈ കാര്യങ്ങൾ പറയുന്നത്. വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ബേജാറാക്കാൻ വേണ്ടിയല്ല. ഒരു ഭാഗത്ത് സമുദായത്തെ ഉണർത്തണം, ഖിയാമത്ത് നാൾ വരെയും വരാനുള്ള ജനങ്ങളെ ഉണർത്തണം. മറുഭാഗത്ത് നിങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. ബദറിൽ വലിയ ലാഭം കിട്ടി, ഉഹദിൽ ആ ലാഭമൊന്നും കിട്ടിയില്ലല്ലോ. ബദറിൽ നഷ്ടമൊന്നും ഉണ്ടായില്ല, ഉഹദിൽ ധാരാളം നഷ്ടമുണ്ടായില്ല. ഹംസത്തുൽ ഖർവാർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു പ്രധാനപ്പെട്ട സഹാബിയാണ്, കൊല്ലപ്പെട്ടു. വലിയ പണക്കാരൻ, ആദരവായ റസൂലിന്റെ ശിഷ്യനായി, മദീനയുടെ ഗുരുനാഥനാണ്, മുഴുവൻ വീടുകളിലും പോയി ഖുർആൻ പഠിപ്പിച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടു, ക്രൂരമായി കൊല്ലപ്പെട്ടു. അവരുടെ കബറടക്കാൻ പോലും തുണിയില്ല. കാല് മറച്ചാൽ മുഖം തുറന്നു കിടക്കുന്നു, മുഖം മറച്ചാൽ കാല് തുറന്നു കിടക്കുന്നു.
വലിയ ദുഃഖമുണ്ടായി. لكي لا تحزنوا على ما فاتكم ولا ما أصابكم. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ലാഭങ്ങളിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നത്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നന്മകളും നിങ്ങൾ ചെയ്യുന്ന തിന്മകളും എന്നെല്ലാം നന്മകൾക്കിടയിൽ നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും എല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഉണർത്തുന്നു, വഹദിൽ നിന്നും പാഠം പഠിക്കും. മഹാന്മാരായ സഹാബികൾ അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു പിശക് അത് അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും അല്ലാഹു തആല അതിനെ ഇത്രമാത്രം ഗൗരവത്തിൽ ഉണർത്തുന്നത് നിങ്ങളിൽ നിന്നും ഈ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. കുറെ കുഴപ്പങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഭൗതിക കാര്യങ്ങളാകാൻ പാടില്ല, പാരത്രിക വിജയങ്ങളാകണം. അതുപോലെ നിങ്ങൾ നേതൃത്വത്തെ അനുസരിക്കണം. പ്രത്യേകിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കണം. നേതൃത്വത്തെ ധിക്കരിച്ചാൽ, മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, ഗുരുനാഥന്മാരെ ദ്രോഹിച്ചാൽ നിങ്ങൾക്ക് ദുഃഖത്തിന്റെ മേൽ ദുഃഖമുണ്ടാകും, പ്രയാസത്തിന്റെ മേൽ പ്രയാസമുണ്ടാകും. നിങ്ങൾ ഓർക്കണം. പിന്നീട് അവസാനമായി പടച്ചവൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ട് ജീവിതത്തെ നന്നാക്കി, ജീവിതത്തെ സൂക്ഷ്മതയുള്ളതാക്കി ഓർക്കണം. ഒരു നിമിഷത്തെ പാളിച്ച ചിലപ്പോൾ മനുഷ്യനെ വലിയ ദുരന്തത്തിൽ കൊണ്ടെത്തിക്കും. അതുപോലെ ഒരു നിമിഷത്തെ ജാഗ്രത പലപ്പോഴും വലിയ ലാഭങ്ങളിലേക്കും മനുഷ്യനെ എത്തിക്കുന്നതാണ്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും സർവ്വ രഹസ്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. അല്ലാഹു നമുക്ക് ജീവിതം നന്നാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.